കോൺഗ്രസ് പാർട്ടി അടിമുടി മാറുകയാണ്. പുതിയ നേതൃത്വത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. പുതിയ നേതൃത്വത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പാർട്ടിക്കുണ്ടായ ഒരു ക്ഷീണം കൂടി നിൽക്കുന്നുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുകയാണ് പുതിയ നേതൃത്വം. അതിന് ഉദാഹരണമാണ് ഷാഫി പറമ്പിലിൻ്റെ മികച്ച പ്രകടനം. ഷാഫി ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെന്നിറങ്ങുമ്പോൾ CPM-ഉം DYFIയും കൂടി വലിയ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തിയത്. അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് ഷാഫി പറമ്പിലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, CPM-ലെ അതികായകയായിട്ടുള്ള KK ശൈലജയാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത്. പിണറായി വിജയനേക്കാളും പേരുള്ള, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള KK ശൈലജയാണ് 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത്. ആ ഷാഫി പറമ്പിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖച്ഛായ, ആ പ്രതിച്ഛായക്ക് കളങ്കമേറ്റപ്പോൾ അതിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഷാഫിയുടെ ഒരു സന്തത സഹചാരിയാണ് മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ കേടുപാടുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഷാഫി ചെയ്യുന്നത്. മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതും ഷാഫി തന്നെയാണ്. അതിലെ കോൺഗ്രസ് പാർട്ടിയിലെ സ്ഥാനമോഹികളായിട്ടുള്ളവർ ചിലർ എന്ത് ചെയ്തു? അധികാരം കിട്ടുന്നതിന് വേണ്ടി സ്ഥാനം മോഹിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് CPM-ൽ പോയി അവിടെ സ്ഥാനാർത്ഥിയാവുകയാണ് ചെയ്തത്. ഇവിടെ ഷാഫി പറമ്പില് 2011 മുതൽ പാലക്കാട് നിൽക്കുകയാണ്. KSU അധ്യക്ഷ സ്ഥാനത്ത് നിന്നാണ് അവിടെ പാലക്കാട്ട് മത്സരിക്കുന്നത്. പിന്നീട് 2016 മത്സരിച്ചു. 2021 അതിഗംഭീരമായ മത്സരമാണ് കാഴ്ചവെച്ചത്. മെട്രോമാൻ ശ്രീധരനെ അവിടെ CPM അപ്രസക്തമായി പോയി. മെട്രോമാൻ ശ്രീധരനെയാണ് അവിടെ പരാജയപ്പെടുത്തിയത് എന്നുള്ള ഓർക്കണം. 3000-ലധികം, കാരണം അതിശക്തമായ മത്സരമാണ് പാലക്കാട് നടന്നത്. BJP അവിടെ വിജയിച്ചു എന്നാണ് കണക്ക് കൂട്ടിയത്. 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിക്കുന്നു. ഈ ഷാഫി പറമ്പിലിന് ഒരു മതേതര സ്വഭാവം, ആ മതേതര സ്വഭാവവും പിന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കുന്നതിനും കഴിയുന്നു എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് ചില കാര്യങ്ങൾ, നല്ല വശങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ VD സതീശനായാലും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ നിയമസഭയിലേക്ക് മത്സരിക്കും. അവർ സ്ഥാനമാനങ്ങളിലേക്ക് പോകും. പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകണം. അതിനു മുമ്പായിട്ട് ഷാഫി പറമ്പിലിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കും. ഷാഫി വടകരയിലെ MP ആയിട്ട് നിൽക്കുകയാണല്ലോ. ഷാഫി നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരില്ല, പക്ഷെ മറ്റു ചിലരുണ്ടാകാം. ഇപ്പൊ അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾ നിയമസഭയിലേക്ക് വരും. കാരണം അടൂർ പ്രകാശ് UDF കൺവീനറാണ്. അതുപോലെ തന്നെ ഈഴവ പ്രാതിനിധ്യം വേണം, കോന്നി മണ്ഡലം തിരിച്ചു പിടിക്കണം. ഇതൊക്കെ കൊണ്ട് അടൂർ പ്രകാശിനെ ഇവിടേക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. പക്ഷേ ഷാഫി പറമ്പിലിനെ വടകരയിൽ നിന്ന് തന്നെ നിർത്തിക്കൊണ്ട് പാർലമെന്റിലേക്ക് ആവശ്യം ഉണ്ട് എന്നുള്ളത് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഹൈക്കമാൻഡ് ഷാഫി പറമ്പിലിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ചുക്കാൻ പിടിക്കാനായിട്ട് അമരത്തേക്ക് കൊണ്ടുവരും. പാർട്ടി 26 അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഷാഫിയെ ഏൽപ്പിക്കും KPCC അധ്യക്ഷ പദവി തന്നെ. സണ്ണി ജോസഫിനെ എന്തുകൊണ്ടിപ്പോൾ K സുധാകരനെ മാറ്റിയിട്ട് എന്തുകൊണ്ട് ഏൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ഒരു UDF-ലോട് ചേർന്ന് നിന്നിരുന്ന, എപ്പോഴും ഒരു കോൺഗ്രസ് ആഭിമുഖ്യം കാണിച്ചിട്ടുള്ള ക്രൈസ്തവ സഭകളെല്ലാം തന്നെ അകന്നുപോയി. മുസ്ലിം സമുദായത്തിൻ്റെ ആധിപത്യവും അവരുടെ അപ്രമാദിത്വവും അവരോട് മാത്രമുള്ള പ്രീണനവും കാരണം ക്രൈസ്തവ സംഘടനകളെല്ലാം തന്നെ അകന്നു പോവുകയാണ് ചെയ്തത്. ആ ക്രൈസ്തവ വിഭാഗത്തെ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത്. കാര്യമായ നേട്ടമൊന്നും അതിലൂടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ക്രൈസ്തവരെല്ലാം ഏതാണ്ട്
BJPയോടെ ചേർന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. BJPയിൽ നിന്ന് അവർക്ക് അതിൻ്റെതായ നേട്ടവും ഉണ്ടായി തുടങ്ങി. 2014 രാജ്യം കണ്ട BJP അല്ല 2024 എത്തുമ്പോൾ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം എന്നൊക്കെ എതിർകക്ഷികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെല്ലാം തന്നെ വെറും വാക്കുകളാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമായി. ബിഷപ്പുമാരുടെ ആവശ്യവും അവരുടേതായ കാര്യങ്ങൾ പറയാനുള്ള ഇടവുമായിട്ട് BJP തയ്യാറെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ BJPയുടെ ക്രൈസ്തവ മുഖങ്ങളും അവർ വഴി തന്നെയാണ് കേന്ദ്രത്തിൽ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ വിഭാഗം കൂടുതലായിട്ട് BJPയോട് അടുത്തു, UDFിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അകന്നു പോയത് കൊണ്ട് തന്നെ UDFിന് ക്ഷീണവും സംഭവിച്ചു. ഇതുപോലെ നമുക്കറിയാം CPMലും അവിടെ ഹൈന്ദവ വിഭാഗത്തിലെ നല്ലൊരു പങ്ക് BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. ആ ഹൈന്ദവ വോട്ടുകളൊക്കെ ഏകീകരിക്കുകയും അത് തിരിച്ചു പിടിക്കാനും വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തുന്നത്. അതിലൂടെ പ്രായച്ചിത്തവുമാകാം, ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കുകയും ചെയ്യാമെന്നുള്ള കണക്കുകൂട്ടലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഷാഫി പറമ്പിലിനെ ഇവർ ഇത്തരത്തിൽ അമരത്തേക്ക് കൊണ്ടുവരാൻ കാരണം ഷാഫി പറമ്പിലിനൊരു മതേതര സ്വഭാവം ഏറ്റവും കൂടുതലായിട്ട് നിലനിർത്തുന്നുണ്ട്. പിന്നെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ മുഴുവനായിട്ട് നിർത്താനായിട്ട് മുസ്ലിം വിഭാഗത്തിലുള്ള ഇവരെല്ലാം തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കുടക്കീഴിൽ ഒന്നിച്ചിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വെൽഫെയർ പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടിന്റെ അവശേഷിക്കുന്നവരും എല്ലാം മുസ്ലിം ലീഗിനകത്ത് ചേർന്ന് നിൽക്കുകയാണ്. ഇതിനെ ഭിന്നിപ്പിക്കാനായിട്ട് പിണറായി വിജയൻ പലതരത്തിലുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോൾ ആ മുസ്ലിം സമുദായത്തിനെ മുഴുവനായി ചേർത്ത് നിർത്തിക്കൊണ്ട് UDFിന് മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു യുവ നേതൃത്വത്തെ പാർട്ടി ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിക്കുകയും 2026 UDF അധികാരത്തിൽ വരികയും ചെയ്താൽ പിന്നീട് ആ ഭരണം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് പാർട്ടിയുടെ അമരത്തുള്ളവർ ശക്തരായിരിക്കണം, അത് യുവ നേതൃത്വം തന്നെ ആയിരിക്കണം എന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഹൈക്കമാൻഡിന്റെ തീർച്ചപ്പെടുത്തൽ കൊണ്ട് ഷാഫി പറമ്പിലിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് പാർട്ടിയിൽ കൂടുതലായിട്ടൊരു ആവേശം ഉണ്ടാക്കും. അണികൾ ആവേശഭരിതരായി മാറും. പാലക്കാട് ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ടല്ലോ, ഒരു വൈബ്, ഒരു ആവേശം, അത് കേരളം മുഴുവൻ പിടിച്ചു നിർത്താനായിട്ട് ഈ ഷാഫി പറമ്പിലിന് സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മൂന്നാം ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പിണറായി വിജയനെയും ഒക്കെ തന്നെ തൂത്തെറിയുന്നതിനായിട്ട് ഷാഫി പറമ്പിലിനെ പോലുള്ള യുവത്വത്തിങ്ങൾക്കാണ് കഴിയുക എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട്. ആ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പൊരുത്തപ്പെടും എന്നാണ് അറിയുന്നത്. അതല്ല പാര വെച്ച് തകർക്കാനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ നാശത്തിനു കൂടി ഇടയാകും. 2026 ഭരണത്തിൽ വന്ന ആ ഭരണം തുടർച്ച 2031 ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് എങ്കിൽ ഇവർ BJPയോട് അതിശക്തമായി പട വെട്ടേണ്ടി വരും. അത് BJPയോട് മാത്രമായിരിക്കും. CPM പിന്നീട് അപ്രസക്തമായി പോകും. അപ്പോൾ അതിശക്തമായ തരത്തിൽ, കാരണം BJP അതിശക്തമായ തരത്തിൽ കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വോട്ട് വിഹിത വർധനമൊന്നും അല്ല ഇപ്പോൾ കാണുന്നത്, അവർ കാണുന്നത് സീറ്റ് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സീറ്റ് നേടിയെടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനുണ്ടാകുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് 2031 കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു യുവ നേതാവിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും അവരോധിക്കാൻ തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ ഇത് കോൺഗ്രസിന്റെ ഒരു ചിത്രം തന്നെ മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ അറിയാം, നമുക്ക് കോൺഗ്രസിനകത്ത് യുവ നേതൃത്വം നിരവധിയാണ്. PC വിഷ്ണുദാസ് ആയാലും ഇവരുടെയൊക്കെ ഒരു നീണ്ട നിര തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസിലെ ഈ കടൽ കിഴവന്മാരോട് ഗുഡ് ബൈ പറയാം എന്നുള്ളതാണ്. അത് കോൺഗ്രസിന് പുതിയൊരു ആവേശം, ഉണർവ്, പുതിയ മുഖവും നൽകും എന്നുള്ളതാണ്. അപ്പൊ ഷാഫി പറമ്പിലിനെ പലതരത്തിലും കരുനിഴൽ വീഴ്ത്തിക്കൊണ്ട് വെട്ടിനിരത്താനുള്ള എല്ലാ ശ്രമവും
CPM-ഉം DYFI ഒക്കെ തന്നെ അതിശക്തമായിട്ട് നടത്തി. അതാണ് നമ്മൾ വടകരയിൽ കണ്ടത്. വടകരയിലെ ഷാഫിക്കെതിരെ ആഞ്ഞടിച്ചു നോക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ, ഷാഫി പറമ്പിലിന് മണ്ഡലത്തിലേക്ക് കയറാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഷാഫി പറമ്പിലാണ് അതിനെ അതിജീവിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് കോൺഗ്രസ് അണികളിൽ ആവേശം ഉണ്ടാക്കി. ഇത് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ യുവ നേതൃത്വമാണ് ഇനി കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്ന് അവർ മനസ്സിലാക്കും.